സഹോദരങ്ങളെ, പ്രഭാതവന്ദനം. ഇന്നത്തെ സുവിശേഷത്തിൽ എങ്ങനെ പ്രാർത്ഥിക്കണം എന്നൊക്കെ ആണ് ഈശോ പറഞ്ഞു തരുന്നത്. ഈശോ പറഞ്ഞു തരാൻ എന്നായിരിക്കണം? ഈശോ കാണിച്ചു തന്നത് മാത്രം നോക്കിയാൽ മതി. ഈശോ തനിയെയാണ് മലമുകളിലേക്ക് പോയത്. രാത്രിയിലും പകലും ഒക്കെ തനിയെ ഇരുന്ന് പ്രാർത്ഥിച്ചു. ഇതുപോലെ നിന്റെ പ്രാർത്ഥനയ്ക്കൊരു രഹസ്യ സ്വഭാവമുണ്ടോ? നീയും ഈശോയും തമ്മിൽ രഹസ്യമായിട്ട് പറയുന്ന ഒരു പ്രാർത്ഥന, അതാണ് സഹോദരങ്ങളെ ഈ ലോകത്തിലെ ഏറ്റവും മനോഹരമായ പ്രാർത്ഥന. രഹസ്യങ്ങൾ അറിയുന്ന പിതാവ് നിനക്ക് രഹസ്യമായി കൊണ്ടുവന്ന് പ്രതിഫലം തരും. ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് ശിഷ്യന്മാർക്കത് പറ്റുന്നില്ല. ശിഷ്യന്മാർ ഈശോയോട് വന്ന് പറയുകയാണ്, ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണേന്ന്. നമുക്ക് ഈശോയോട് ചോദിക്കാം, ഈശോയെ, നീ പ്രാർത്ഥിച്ചതുപോലെ ഞങ്ങളെ ഒന്ന് പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കാമോ? അങ്ങനെ പ്രാർത്ഥിക്കാനുള്ള ഒരു കൃപ കിട്ടാൻ വേണ്ടി നമുക്ക് പരിശുദ്ധ അമ്മയോട് മാധ്യസ്ഥം പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയെ സഹായിക്കണേ. വിശുദ്ധ ഔസേപ്പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. പരിശുദ്ധാത്മാവേ, എഴുന്നള്ളി വരണേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആമേൻ.